നിങ്ങൾ ഒരുപക്ഷെ ഓൾറെഡി സ്ക്രം, അജൈൽ ഫ്രെയിംവർക്ക്, സ്പ്രിന്റ് ഈ ടോപ്പിക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇതിന്റെ വർക്കിംഗ് ഫ്ലോസ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്ക്രമ്മും അതിന്റെ പ്രോസസ്സും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ പേര് അനു എന്നാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ടെക്നിക്കൽ ടോപ്പിക്സ്, അതായത് റിയാക്ട്, നോട്ട് ജെഎസ്, ഡെവോപ്സ്, അതുപോലെ PHP ജാവാസ്ക്രിപ്റ്റ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഓൾറെഡി ചെയ്തിട്ടുള്ളതും ഇനി പോസ്റ്റ് ചെയ്യുന്നതും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടോപ്പിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്ക്രമ്മിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ക്വിക്കായിട്ട് അജൈലിന്റെ പ്രോസസ്സ് ഒന്ന് നോക്കാം. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷനിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുവാണെന്ന് വിചാരിച്ചു. ഒരു 6 മന്ത് കൊണ്ടേ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ 6 മന്തും വെയിറ്റ് ചെയ്ത് ഒരു ബിഗ് റിലീസ് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. ഒരു 1 or 2 വീക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് പാരലലി ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ഫ്രീക്വന്റ് ആയിട്ട് റിലീസ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് ക്വിക്കായിട്ട് ഫീഡ്ബാക്സ് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് അവരുടെ റിക്വയർമെന്റ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ചേഞ്ചസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു കസ്റ്റമർ കൊളാബറേഷൻ ഉണ്ടാവും. അപ്പൊ എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുക? നമുക്ക് മിനിമൽ ബഗ്സിൽ ഫാസ്റ്റ് ആയിട്ട് റിലീസ് കൊടുക്കാം. അതുപോലെ തന്നെ ചേഞ്ചസ് ആണെങ്കിലും ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഹാപ്പി ആയിരിക്കും അല്ലെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ. ഇതാണ് ബേസിക്കലി വാട്ടർഫാൾ മോഡലിനെ റീപ്ലേസ് ചെയ്തു വന്ന അജൈൽ മെത്തേഡ്. ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ വേസ് അവൈലബിൾ ആണ്. ക്യാൻവാൻ, സ്ക്രം ഒക്കെ. അതിൽ ഏറ്റവും വൈഡ്ലി അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സ്ക്രമ്മിനാണ്, എസ്പെഷ്യലി സോഫ്റ്റ്വെയറിന്റെ കേസിൽ. ഇപ്പൊ സ്ക്രം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ അത് വർക്ക് ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പൾസിന്റെയും റൂൾസിന്റെയും ബേസിലാണ്. അത് നമ്മൾ നെക്സ്റ്റ് പറയും. ഇവിടെ ഒരു ഷോർട്ട് വർക്ക് സൈക്കിൾസ് ഉണ്ടാവും, ഒരു ക്ലിയർ സെറ്റ് ഓഫ് റോൾസ് ഉണ്ടാവും, റെഗുലർ ആയിട്ടുള്ള ചെക്ക്-ഇൻസ് ഉണ്ടാവും. നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടോ. ആദ്യം നമുക്ക് സ്ക്രമ്മിന്റെ ഈ ഒരു വർക്ക് സൈക്കിൾ എന്താ നോക്കാം. നമുക്ക് സ്ക്രം റോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3 മെയിൻ കീ റോൾസ് ഉണ്ട് സ്ക്രമ്മില്. ആദ്യത്തെ ആള് പ്രോഡക്റ്റ് ഓണർ ആണ്. പ്രോഡക്റ്റ് ഓണർ എപ്പോഴും കസ്റ്റമറിന്റെയും സ്റ്റേക്ക് ഹോൾഡറിന്റെയും വോയിസ് ആണെന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എന്താണ് ഈ പ്രോഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് ചോദിച്ചാൽ ഇതൊരു സെറ്റ് ഓഫ് നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവരാൻ പോകുന്ന എൻഹാൻസ്മെന്റ്സ്, ഫീച്ചേഴ്സ്, ഇനി എക്സിസ്റ്റിംഗ് ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ്. പിന്നെ ഈ ഒരു ഫീച്ചേഴ്സ് ഇവരുടെ കയ്യിൽ ഒരു പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഹൈ പ്രയോറിറ്റി ഫീച്ചർ എന്താണ്, ലോ പ്രയോറിറ്റി എന്താണ്, മീഡിയം പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട എൻഹാൻസ്മെന്റ്സ് എന്തൊക്കെയാണ്. അതുപോലെ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും അതർ വർക്ക്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഉണ്ടാവും. ഇത് കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ എഴുതിയിരിക്കുന്ന ഒരു യൂസർ സ്റ്റോറി ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ആണ് കസ്റ്റമർ സൈഡിലേക്ക് ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ഫീച്ചർ എന്നുണ്ടെങ്കിൽ ഇവർ ഇതിന് ഓർഡർ ചെയ്യുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. അതായത് എന്താ പറയാ, ഇപ്പം മെയിൻ ആയിട്ട് വരുന്നത് ഒരു പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിനെ റീഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിനെ പ്രയോറിറ്റിനെ ബേസ് ചെയ്തിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കൂടാതെ കസ്റ്റമർ സൈഡിൽ നിന്ന് പുതിയ ഫീഡ്ബാക്സ് എടുത്തിട്ട് വന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും, എൻഹാൻസ്മെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു യൂസർ സ്റ്റോറി ആയിരിക്കും ഇവർ ഓരോന്നിനും ഓരോ സ്റ്റോറീസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇവരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ക്ലിയർ ആയി വിസിബിൾ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഇവര് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വർക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞാൻ പറയുക കേട്ടോ. അപ്പം ഇനി അടുത്ത ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡെവലപ്മെന്റ് ടീമുമായിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സും ആയിട്ടുള്ള കൊളാബറേഷൻസ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഡിസിഷൻസും വരുന്നത്. ഇനി വൺസ് ഇവർ പറഞ്ഞ ഒരു ഫീച്ചർ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റേഴ്സ് ഒക്കെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ആ ഒരു തീരുമാനം കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ കയ്യിലാണ്. അതായത് ഇവർക്കാണല്ലോ ആക്ച്വൽ കസ്റ്റമർ റിക്വയർമെന്റ് അതിന്റെ എക്സാക്ട് ഫോമിൽ അറിയുന്നുണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ട് ഇവര് ഒരു ഫൈനൽ സ്റ്റേജിൽ, അതായത് റിലീസിന് മുന്നേ നടത്തുന്ന ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു റിലീസിലേക്ക് ഇത് പോകണമെന്ന് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പറഞ്ഞാൽ ടെസ്റ്റേഴ്സ് പറയുന്ന പോലെ തന്നെ അതിനേക്കാളും ഹൈ പ്രയോറിറ്റി ആണ് ഡെവലപ്പേഴ്സ് ചിലപ്പോൾ രാത്രിയിലും നട്ടപ്പാതിരയ്ക്കും ഇരുന്ന് ചിലപ്പോൾ ഫിക്സ് ചെയ്യേണ്ടി വരും. കാരണം ഇവർക്കാണ് ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഫീച്ചറിനെ പറ്റി അറിയുന്നത്. അപ്പം ഏറ്റവും സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓണർ ആണ് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഓണർ ആണ്.
ഇനി സെക്കൻഡ് പേഴ്സൺ സ്ക്രം മാസ്റ്റർ ആണ്. സ്ക്രം മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡിങ്ങിന്റെ ഒക്കെ കോഴ്സസ് അവൈലബിൾ ആയിരിക്കുന്ന പോലെ മാർക്കറ്റിൽ ഇപ്പൊ കോഴ്സസ് ഉണ്ട് കേട്ടോ. അതായത് ഇവർക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു സ്ക്രമ്മിന്റെ ആക്ച്വൽ റിക്വയർമെന്റ്, അതിന്റെ തിയറി, പ്രാക്ടീസസ്, റൂൾസ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഇവരുടെ റോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒബ്സ്റ്റക്കിൾസും ഇല്ലാതെ നമ്മുടെ ഡെവലപ്പേഴ്സിനാണെങ്കിലും പ്രോഡക്റ്റ് ഓണറിനാണെങ്കിലും അവരുടെ വർക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ ഒരു ടീം കൊളാബറേഷൻ കൊണ്ടുവരിക. അതായത് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്ക്രം ഇവന്റ്സിലെ ഇപ്പൊ സ്പ്രിന്റിന്റെ പ്ലാനിങ് ആണെങ്കിലും റെട്രോസ്പെക്റ്റീവ് ആണെങ്കിലും അതുപോലെ സ്പ്രിന്റിന്റെ റിവ്യൂസ് ആണെങ്കിലും നമ്മൾ ഡെയിലി സ്ക്രം ഇവന്റ്സ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് പറയും. ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇവരുടെ ഒരു ലീഡർഷിപ്പിലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ബാക്ക്ലോഗിലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഓണറിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവരായിരിക്കും. ഇനി ഡെവലപ്മെന്റ് ടീമിന് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും അത് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ ബ്ലോക്ക് ഒക്കെ വന്നാൽ അത് റിമൂവ് ചെയ്ത് വർക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇവരാണ്. അതായത് മൊത്തം ഒരു ടീം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നത് ഈ ഒരു സ്ക്രം മാസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി മൂന്നാമത്തെ ആൾക്കാർ നമ്മൾ ഡെവലപ്പേഴ്സ് ആണ്. കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു 5 to 9 റിക്വയർമെന്റ് അനുസരിച്ച് ഇത്രയും പേര് ഒരു ഡെവലപ്മെന്റ് ടീമിൽ ഉണ്ടാവും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ, ഒരു സ്പ്രിന്റിൽ നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് ആ ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക, ഇഷ്യൂസും ബഗ്സ് ഒന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യുക. ഇഷ്യൂസ് ബഗ്സ് എന്തെങ്കിലും ടെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നാൽ തന്നെ സ്പ്രിന്റിൽ എൻഡ് ആവുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് റെഡി ആകാൻ പറ്റുന്ന ആക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ഓൺ ടൈമിൽ വർക്ക് ഡെലിവർ ചെയ്യുക. ഇനി നമുക്ക് ഈ സ്പ്രിന്റ് ജേർണിയിലേക്ക് വരാം. അപ്പൊ സ്പ്രിന്റിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പ്രിന്റിന്റെ പ്ലാനിങ്ങിൽ നിന്നാണ്, സ്പ്രിന്റ് പ്ലാനിങ്ങിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോഡക്റ്റ് ഓണറിന്റെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ബാക്ക്ലോഗ് ഉണ്ട്. അവിടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് ഉള്ള പോലെ നമ്മുടെ എൻഹാൻസ്മെന്റ്സും ബഗ് ഫിക്സസും പ്രയോറിറ്റൈസ്ഡ് ലിസ്റ്റ് ഓഫ് ഓൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ അത് കസ്റ്റമറിന്റെ ഫീഡ്ബാക്കിനെയും റിക്വയർമെന്റിനെയും ബേസ് ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് റിഫൈനും റീഓർഡർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സ്പ്രിന്റ് പ്ലാനിങ്ങിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻ മാക്സിമം എന്താ പറയാ 2 വീക്ക് ആണ്. ഇപ്പം നോർമലി ഐ ടിയിലൊക്കെ എന്താ പറയാ വർക്ക് ചെയ്യുന്നത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ. അപ്പോൾ 2 ആഴ്ച എന്ന് പറയുമ്പോൾ 10 days ആയിരിക്കും. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു വർക്ക് സൈക്കിൾ ആണിത്. അപ്പൊ ഈ ഒരു സ്പ്രിന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു സ്പ്രിന്റ് മീറ്റിംഗ് ആണ്, നമ്മുടെ ടീം മീറ്റിംഗ് ആണ്. എൻ്റെ സ്ക്രം ടീം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. പ്രോഡക്റ്റ് ഓണറും സ്ക്രം മാസ്റ്ററും ഡെവലപ്മെന്റ് ടീമും ടെസ്റ്റിംഗ് ടീമും എല്ലാവരും കൂടെ ഒരുമിച്ച് വരും ഈ മീറ്റിംഗിൽ. ഈ ഒരു സ്പ്രിന്റ് പ്ലാനിങ്ങിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓണർ പ്രോഡക്റ്റ് ബാക്ക്ലോഗിലുള്ള ടോപ്പ് ഐറ്റംസിനെ പ്രസന്റ് ചെയ്യും. അതായത് ഹൈ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ബഗ്സിനെയും ഫീച്ചേഴ്സിനെയും, ബഗ്സ് എന്തായാലും ഫിക്സ് ചെയ്യണം, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രസന്റ് ചെയ്യും. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അപ്പൊ അവരുടെ കയ്യിൽ അതിന് മുന്നേ ഈ ഒരു സ്ക്രം മാസ്റ്ററിന്റെ കയ്യിൽ ഒരു സ്പ്രിന്റ് പ്ലാനും ഉണ്ടാവും കേട്ടോ. പ്രോഡക്റ്റ് ഓണറും അതിന്റെ സ്ക്രം മാസ്റ്ററും കൂടി ഇരുന്നിട്ട് ഒരു പ്ലാനും നെക്സ്റ്റ് സ്പ്രിന്റിന്റെ പ്ലാനും അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു സ്പ്രിന്റിന്റെ ഓരോ വർക്കും ഓരോ ഡെവലപ്പറിന് അസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ടെസ്റ്ററിന് അസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പ്രിന്റ് പ്ലാൻ ആയിരിക്കും. അപ്പൊ ഈ സ്പ്രിന്റ് പ്ലാൻ ചില കമ്പനീസിൽ പ്ലാൻ അപ്പോഴായിരിക്കും തയ്യാറാക്കുന്നത്, ചില കമ്പനീസിൽ സ്പ്രിന്റ് പ്ലാനോടെ ആയിരിക്കും. അത് നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സ്ക്രം മാസ്റ്റർ വരുന്നത്. അപ്പൊ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈ വർക്ക് ഈസി ആവും. അപ്പൊ പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഓരോ വർക്കും എടുത്ത് അതിന് നമ്മൾ ഇനി പറയാൻ പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ടൈം ഒക്കെ ഇട്ടിട്ടുള്ള വർക്കായിരിക്കും ഈ ഒരു മാസ്റ്ററിന്റെ കയ്യിൽ ഇരിക്കുന്നത്, സ്ക്രം മാസ്റ്ററിന്റെ കയ്യിലിരിക്കുന്നത്. എന്താ നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ നെക്സ്റ്റ് സ്പ്രിന്റിലേക്കുള്ള പ്ലാനിന്റെ ഓരോ വർക്ക് എടുക്കും. ഈ ഒരു എൻ്റെ ടീമുമായിട്ട് ഫസ്റ്റ് ഇതിന്റെ റിക്വയർമെന്റ് എന്താണ്, ഈ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ പർപ്പസ് എന്താണ്, എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഓണർ നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് ഡെവലപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. അതായത് ഡെവലപ്മെന്റ് ടീം ഇതിൽ ഇനി വരാൻ പോകുന്ന ചേഞ്ചസും അതിൽ നമ്മൾ ഇടേണ്ട എഫോർട്ടും ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലാരിഫൈ ചെയ്യും. ടെസ്റ്റേഴ്സും സെയിം തന്നെ. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വൽ വർക്കും വരുമ്പം ആ ടീമിലെ ഡെവലപ്പറും ഒരു ടെസ്റ്ററും ഒരു ബിസിനസ് അനലിസ്റ്റും കൂടിയിട്ട് വേറൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഇതിന്റെ ഭാഗമല്ല. ഇതിപ്പോ ഓവറോൾ ടീമിന് ആ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ എക്സ്പ്ലനേഷനും ഡൗട്ട് ക്ലാരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം ഈ വർക്കിനെ. അതായത് ഈ വർക്കിന്റെ ആ ഒരു ഡെപ്തും ആ ഒരു വർക്കിന് നമ്മൾ ഇടാൻ പോകുന്ന എഫേർട്ട് ഒക്കെ ബേസ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് ഡേയ്സ് ഈ ഒരു വർക്കിന് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഹവേഴ്സ് ഈ ഒരു വർക്കിൽ സ്പെൻഡ് ചെയ്യണം എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. സാധാരണ ഒരു IT കമ്പനിയിൽ 8 മണിക്കൂറാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്.
അപ്പൊ ഈ 8 മണിക്കൂറിന് ബേസ് ചെയ്ത് ഇത്ര നമ്പർ ഓഫ് ഡേയ്സ് ഇതിന് അസൈൻ ചെയ്യും. അസൈൻ ചെയ്തു. അങ്ങനെ എല്ലാ വർക്കും പ്ലാൻ ചെയ്തു പ്രോപ്പർ ആയിട്ട്. അപ്പം ഒരു ഡെവലപ്പറിന് ഈ ഒരു 10 ഡേയ്സിൽ ആദ്യത്തെ 4 ദിവസം ഈ വർക്ക്, അത് കഴിഞ്ഞ് 4 ദിവസം ഈ വർക്ക്, അത് കഴിഞ്ഞ് ടെസ്റ്റ്. അപ്പോൾ അതേപോലെ ടെസ്റ്ററിന്റെ കയ്യിൽ ഇന്ന ദിവസം ഈ വർക്ക് എത്തും. ടെസ്റ്ററിന് ഇതേപോലെ പ്ലാൻ ഉണ്ടാവും. ഇത്ര ഡേയ്സ് കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അവരുടെ സ്റ്റേജിങ് സെർവറിൽ ടെസ്റ്റ് ചെയ്യണം, ബ്രാഞ്ചിങ് സെർവറിൽ ടെസ്റ്റ് ചെയ്യണം, ബ്രാഞ്ചിലും സ്റ്റേജിങ്ങിലും ഒക്കെ ടെസ്റ്റ് ചെയ്ത് റിലീസ് റെഡി ആവണം. അപ്പൊ ഈ ഒരു പ്ലാനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും? സ്പ്രിന്റ് പ്ലാനിങ് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സ്പ്രിന്റ് ബാക്ക്ലോഗ് കിട്ടും. അത് നമ്മുടെ പ്രോഡക്റ്റ് ബാക്ക്ലോഗിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ടാണ് അടുത്ത ഒരാഴ്ച നമ്മുടെ ടീം വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്യരുത്. അതിൽ നമ്മൾ ഡീവിയേറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന പണിക്ക് നമുക്ക് കൂലി കിട്ടുമെന്ന് പറഞ്ഞ പോലെ അതിന്റെ റീസണും കാര്യങ്ങളും എക്സ്പ്ലനേഷനും അതും ഇതും ഒക്കെ ആയിട്ട് നമുക്ക് ഹെഡേക്ക് വരും. സോ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ സ്പ്രിന്റിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ് ഇത് ഞാൻ കൊടുക്കും എന്നുള്ളത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്ററിന്റെ വർക്കും കസ്റ്റമറിന്റെ ഇതൊക്കെ ഇരിക്കുന്നത്. സോ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ സ്പ്രിന്റ് പ്ലാനിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്പ്രിന്റ് പ്ലാൻ ഉണ്ടാക്കി, സ്പ്രിന്റ് ബാക്ക്ലോഗ് കിട്ടി, അതിൽ അടുത്ത ഒരാഴ്ച വർക്ക് ചെയ്യും. ഇനി നിങ്ങൾ ചോദിക്കും, ഇനി ഒരു മീറ്റിംഗ് ഇല്ലേ? സ്പ്രിന്റ് എൻഡിലാണോ ഇനി മീറ്റ് ചെയ്യാന്ന്? അങ്ങനെയല്ല കേട്ടോ. ഇനി നമുക്കൊരു ഡെയിലി സ്ക്രം ഉണ്ട്. അതായത് ഓരോ ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ക്രം ടീമിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. അവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ടാവും? നമ്മളും നമ്മുടെ സ്ക്രം മാസ്റ്ററും, ചിലപ്പം പ്രോഡക്റ്റ് ഓണർ ഉണ്ടാവും, ഉണ്ടാകാതെ ഇരിക്കാം. പിന്നെ ബിസിനസ് അനലിസ്റ്റും ടെസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു മാക്സിമം ഒരു സ്റ്റാൻഡപ്പ് മീറ്റിംഗ് ആണ്. 15 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിനകത്ത് അവർ പറയാൻ പോകുന്നത് ഇന്നലെ നിങ്ങൾ എന്താണ് ചെയ്യുക. ഇപ്പൊ ഓരോ വർക്കും ഓരോ ഡെവലപ്പറും ഓരോ ടെസ്റ്ററുകളോടും ചോദിക്കും. അല്ലെങ്കിൽ അവർ പറയണം, ഇന്നലെ നിങ്ങൾ എന്താ ചെയ്തു, നമ്മളെ പ്രോപ്പർ ആയിട്ട് ഓൺ ട്രാക്കിലാണോ ഇത് പോകുന്നത്, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഈ ഒരു സ്പ്രിന്റ് ബാക്ക്ലോഗിൽ ചേഞ്ചസ് വരുത്തണം. പുതിയ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ടൈം ഇതിന് പറ്റൂല, കുറച്ചും കൂടി ഇതിൽ എക്സ്ട്രാ വർക്ക് വന്നു, ഡെവലപ്പേഴ്സ് വർക്ക് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ റീഅറേഞ്ച്മെന്റും, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് അസൈൻ ചെയ്ത വർക്ക് കുറവുള്ളവർക്ക് മാറ്റി അസൈൻ ചെയ്യുകയും അതൊക്കെ വരും. അത് നിങ്ങൾ ഒരു ടീമിലല്ല വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആക്ച്വൽ വർക്ക് സിനാരിയോയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഈ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ എയിം എന്താ? നമ്മൾ സ്പ്രിന്റ് പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്പ്രിന്റ് ഗോൾ ഉണ്ട്. അതിൽ ഡീവിയേറ്റ് ആവാതെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എൻഡ് ഓഫ് ദ സ്പ്രിന്റ് എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിട്ടുണ്ടാവണം, സ്പ്രിന്റ് ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലോക്ക്, ഇപ്പൊ ഡെവലപ്മെന്റ് സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു, പുതിയൊരു ഡെവലപ്പർ ആണ്, അവർക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ കൊറി എഴുതുന്ന സമയത്ത് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, ഒപ്റ്റിമൈസേഷൻ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രം മാസ്റ്റർ ഡെഫിനറ്റ് ആയിട്ട് നമ്മളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പർ ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്പറിനെ നമുക്ക് അസൈൻ ചെയ്ത് തരും. അയാളുടെ കൂടിയിരുന്ന ചിലപ്പം അയാളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബ്ലോക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ? അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ? ഈ ഒരു ഡെയിലി സ്ക്രം മീറ്റിന്റെ ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഇന്ന് നടക്കാൻ പോകുന്ന വർക്കും ഇന്നലെ ഞാൻ ചെയ്ത വർക്കും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പം നമ്മുടെ പ്ലാന് ആ ഒരു ട്രാക്കിൽ തന്നെ പോകാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്ക്രം മാസ്റ്ററിനെങ്കിലും മനസ്സിലാവും നമ്മൾ പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്, നമുക്ക് ഇന്ന ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം? ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ റീസൺ കൊണ്ടാണ് എന്റെ വർക്ക് കംപ്ലീറ്റ് ആവാതെ പോയത്, ഡീവിയേറ്റ് ആയി എന്ന് പറയുന്നതിനേക്കാളും അന്നന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴപ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൊല്യൂഷൻ കിട്ടൂലേ? അങ്ങനെ നമ്മൾ ഡെയിലി സ്ക്രം മീറ്റ് ഒക്കെ കഴിഞ്ഞ് 15-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം, അതായത് 2-ാമത്തെ ആഴ്ചന്റെ എൻഡ് കഴിഞ്ഞു കഴിയുമ്പം ഇമ്മീഡിയറ്റ്ലി അവിടെ ഒരു സ്പ്രിന്റ് റിവ്യൂ നടക്കും. അതായത് ഡെവലപ്പേഴ്സ് അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ബ്രാഞ്ച് സെർവറിലും എത്തി, ടെസ്റ്റേഴ്സ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേജിങ്ങിൽ എത്തി, റിലീസ് റെഡി ആയി, അതായത് വർക്ക് റിലീസിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ആയി ചെയ്താൽ മതി. അങ്ങനെ വരുമ്പം നമ്മുടെ പ്രോഡക്റ്റ് ഓണറിനും റെലവന്റ് ആയിട്ടുള്ള സ്റ്റാക്ക് ഹോൾഡേഴ്സിനും എന്ത് ചെയ്യും? ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡെമോ നമ്മൾ കൊടുക്കും. അതായത് നമ്മൾ ഒന്നെങ്കിൽ ടെസ്റ്റർ, അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്, അതല്ലെങ്കിൽ ഡെവലപ്പർ, നമ്മുടെ ടീമിനനുസരിച്ചിരിക്കും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, നമ്മുടെ പുതിയ വർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് ഓണറിന്റെ അക്സെപ്റ്റും റിജക്റ്റും വരുന്നത്. അവർ വർക്ക് ഈ ഒരു മീറ്റിങ്ങിന് സ്പ്രിന്റ് റിവ്യൂ എന്നാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു മീറ്റിംഗിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡെവലപ്പേഴ്സ് അവർ പറഞ്ഞ രീതിയിലാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, എന്തെങ്കിലും ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഇതിൽ
ഉണ്ടോ, എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ച് ഇമ്മീഡിയറ്റ്ലി ഡെവലപ്പർ അത് ഫിക്സ് ചെയ്ത് ടെസ്റ്ററുകൾ ടെസ്റ്റ് ചെയ്യും. കോമൺ ആയിട്ട് ഉണ്ടാവാറില്ല. എഗെയിൻ എഗെയിൻ നമ്മൾ മീറ്റിംഗ് ഒക്കെ വെക്കുന്നുണ്ടല്ലോ, ഇൻഡിവിജ്വൽ മീറ്റിംഗ് ഒക്കെ വെക്കുന്നതുകൊണ്ട് ഒരു ഇഷ്യൂസ് ഉണ്ടാവാറ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ചെയ്ത് അതെല്ലാം കഴിഞ്ഞാൽ ഒരു സ്പ്രിന്റ് റിവ്യൂ കഴിഞ്ഞാൽ കസ്റ്റമറിന് അത് ഡെലിവറി ചെയ്യാം. അതായത് റിലീസ് റെഡി ആയി നമ്മുടെ വർക്ക് റിലീസിംഗ് പ്രോസസ്സിലേക്ക് ഓപ്പറേഷൻ ടീം പോകും. നമ്മുടെ ഈ അടുത്ത ഓരോ പ്രോഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴും ഓരോ വേർഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ പ്രോഡക്റ്റിന്റെ അടുത്ത വേർഷൻ നമ്മൾ കസ്റ്റമർ സൈഡിലേക്ക് സക്സസ്ഫുള്ളി ഈ ഒരു 2 ആഴ്ച കൊണ്ട് എത്തിച്ചു. ഇനി സ്പ്രിന്റ് റിവ്യൂ കൊണ്ട് ഇത് തീരുന്നില്ല, ഒരു മീറ്റിംഗും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്തിനായി മീറ്റിംഗ് എന്ന്, അത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. അവസാനത്തെ മീറ്റിംഗ് ആണ് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ പേര് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ സ്പ്രിന്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കഴിഞ്ഞ സ്പ്രിന്റിന്റെ കുറിച്ച് ഒരു ഡിസ്കഷൻ, അതായത് കഴിഞ്ഞ സ്പ്രിന്റിൽ നമുക്ക് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് കഴിഞ്ഞ സ്പ്രിന്റിൽ നമ്മൾ ഇപ്പോൾ എല്ലാ വർക്കും കറക്റ്റ് ആയിട്ട് ഡെലിവർ ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും എന്താ പറയാ, ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ കൺഗ്രാറ്റ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈം എന്താ ഞാൻ മറന്നുപോയി. അതായത് എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അവർക്കൊരു താങ്ക്സ് പറയണല്ലോ. അപ്പൊ അതൊക്കെ നടക്കുന്നത് ഈ ഒരു മീറ്റിംഗിലായിരിക്കും. ഇനി ഇപ്പൊ പോസിറ്റീവ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എനിക്ക് കഴിഞ്ഞ സ്പ്രിന്റിൽ ഇന്ന പോലെ ഇന്ന ആൾക്കാർ എന്നെ സഹായിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് ഈ വർക്ക് അസൈൻ ചെയ്തതുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി ഇത്ര ഡെപ്തിൽ പഠിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ പോസിറ്റീവ് എല്ലാം ഡിസ്കസ് ചെയ്യും. പോസിറ്റീവ് മാത്രമല്ല അവിടെ നെഗറ്റീവും ഡിസ്കസ് ചെയ്യും. അതായത് കഴിഞ്ഞ സ്പ്രിന്റിൽ നിങ്ങൾ ഡീവിയേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അനാലിസിസും ഇവിടെ ആയിരിക്കും നടത്തുന്നത്. അതായത് ഇന്ന ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഇത്ര നമ്പർ ഓഫ് വർക്ക്സ് നമുക്ക് കസ്റ്റമർ സൈഡിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല, പിന്നെ അത് നമ്മുടെ ക്രൂഷ്യൽ ആയിട്ട് കസ്റ്റമറിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എസ്കലേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ടീം ലുക്ക് ബാക്ക് ചെയ്യുവാണ്, പ്രീവിയസ് കംപ്ലീറ്റഡ് ആയിരിക്കുന്ന ഒരു സ്പ്രിന്റിലേക്ക് ലുക്ക് ബാക്ക് ചെയ്യുവാണ്. ബാക്ക് ചെയ്ത് നമ്മുടെ ഇഷ്യൂസ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിനൊരു സൊല്യൂഷനും അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കും. അതായത് ഇന്ന ഇഷ്യൂ കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലം കൊണ്ടായിരുന്നു നമ്മളെ പ്രീവിയസ് സ്പ്രിന്റിൽ ഇന്ന ഇഷ്യൂസ് വന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അതിന് ഓരോന്നിനും ഓരോ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ചിലപ്പോൾ ടൈം എസ്റ്റിമേറ്റ് ചെയ്തത് കറക്റ്റ് ആയിരിക്കില്ല, കുറച്ചും കൂടെ കൂടുതൽ ടൈം ആ വർക്കിന് വേണമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഡിസൈനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് അവിടെ ഒരു വഴക്കും കാര്യങ്ങളും ഒന്നല്ല നടക്കുന്നത്. പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. പോസിറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രീവിയസ് പ്രിന്റിന്റെ ഇവാലുവേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് എടുത്ത് നമ്മളൊരു സ്ക്രം ബോർഡ് ഉണ്ടാവും കേട്ടോ, അവിടേക്ക് ഇതെല്ലാം എഴുതും. നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണെങ്കിലും നമ്മൾ നിർത്തേണ്ട കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ അനലൈസ് ചെയ്ത് അവിടെ എഴുതി വെക്കും. അങ്ങനെ നമ്മുടെ റെട്രോസ്പെക്റ്റീവും കംപ്ലീറ്റ് ആയി. അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. അതായത് എഗെയിൻ സ്പ്രിന്റ് പ്ലാനിങ് വരും, ഡെയിലി സ്ക്രം വരും, എഗെയിൻ സ്പ്രിന്റ് റിവ്യൂ വരും, റെട്രോസ്പെക്റ്റീവ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു അജൈൽ മെത്തഡോളജിന്റെ അല്ലെങ്കിൽ സ്ക്രമ്മിന്റെ അഡ്വാൻറ്റേജ് ക്ലിയർ ആയില്ലേ? അതായത് നമ്മൾ ഓരോ 15 ഡേയ്സിലും ക്വിക്കായിട്ട് നമ്മൾ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുമെന്ന് മാത്രമല്ല, ഒരു ടീം കൊളാബറേഷൻ 100% ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഓരോ 15 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് അല്ലെങ്കിൽ 2 വീക്സ് കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ വർക്കിനെ, നമ്മളെയും നമ്മുടെ ടീമിനെയും അനലൈസ് ചെയ്യുവാണ്. അനലൈസ് ചെയ്തിട്ട് നമ്മൾ പുതിയ പുതിയ എന്താ പറയുക, പുതിയ എൻഹാൻസ്മെന്റ്സ് നമ്മുടെ ഡെവലപ്മെന്റ് ഫേസിലാണെങ്കിലും അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ എഫേർട്ടും അവരുടെ പുതിയതായിട്ട് ലേൺ ചെയ്യുന്നതൊക്കെ ടീമിന് അവർ ഷെയർ ചെയ്യുമ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആവൂലേ, എനിക്കും കൂടുതൽ പഠിക്കണം, എനിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഓക്കെ എന്റെ ഇഷ്യൂസ് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റിയ, എനിക്ക് എന്റെ ഇഷ്യൂസിന് ഒരു സൊല്യൂഷൻ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവൂലേ. ഇതൊക്കെയാണ് സ്ക്രമ്മിന്റെ വർക്ക് ഫ്ലോയും അതിന്റെ അഡ്വാൻറ്റേജും. ഇതിൽ എന്തെങ്കിലും ഡൗട്ടൊന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.